വയനാട് സ്റ്റേഡിയത്തിൽ കോവളത്തിന്റെ കടൽക്കാറ്റും അതുപോലെ തന്നെ യുണൈറ്റഡിന്റെ വേഴാമ്പലും പരസ്പരം പോരടിക്കാനായി എത്തിച്ചേരുകയാണ്. ലീഗിലെ 60ാം മത്സര ദിവസത്തിലെ 64ാമത് എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് മത്സരത്തിലെ കോവളം FC ടേക്കിംഗ് ഓൺ കേരള യുണൈറ്റഡ് FC. റഫറി രാഹുലിന്റെ വിസിലിൽ നിന്ന് മത്സരം തുടങ്ങാനുള്ള എല്ലാവിധ സന്നാഹങ്ങളുമായിരിക്കുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ വിസിലിൽ നിന്ന് ആദ്യ ശബ്ദം പുറപ്പെടുവിക്കപ്പെടുകയാണ്. ഫോർവേഡ് ലൈനിലേക്ക് നല്ലൊരു ബോൾ. ഷാഹിറിന്റെ നല്ലൊരു ഷോട്ട്. ആൻഡ് വിവേക് അവിടെ സെക്കൻഡ് ബോൾ വീണ്ടും വിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കോവളം FCക്ക്. വീണ്ടും ഒരു ഡബിൾ സേവുമായി കളിക്കളം നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ കേരള യുണൈറ്റഡിന്റെ ഡിഫൻസീവ് ലൈൻ. ആദ്യം വിവേകും അതുപോലെ തന്നെ അവരുടെ ലാസ്റ്റ് ലൈൻ ഡിഫൻഡറും അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആ പന്ത് സേവ് ചെയ്യുന്നത്. പി സി അത് ഫ്രീ ആയി നിൽക്കുന്ന നേരെ മറു സൈഡിലുള്ള അബിനിലേക്ക് പാസ് ചെയ്യുന്നു. ശ്രീജിത്ത് വെയിറ്റിംഗ് ആണ്. ഇൻസൈഡിലേക്ക് നല്ലൊരു റൺ. ബ്യൂട്ടിഫുൾ, നല്ല റൺ. എന്തൊരു മികച്ച റണ്ണായിരുന്നു അത് എന്നുള്ളത് കാണുക. അവിടെ കോവളത്തിന്റെ കടൽക്കാറ്റിനെതിരെ ചിറകടിച്ച് പറന്നുയർന്നുകൊണ്ട് കേരള യുണൈറ്റഡ് FCയുടെ വേഴാമ്പലുകളുടെ ഏറ്റവും മികച്ച ഒരു മുന്നേറ്റമാണത്. ഒന്നാം തരമായ ഒരു സോളോ റണ്ണ്, ഒരു മികച്ച സോളോ ഗോളാണ് അവിടെ. തീർച്ചയായും സോറോസ് നൽകുന്നത് കോവളം FCക്കെതിരെയാണ്. മിഡ്ഫീൽഡിൽ നിന്ന് അദ്ദേഹം ആ പന്ത് സ്വീകരിച്ചതിന് ശേഷം വന്ന ആ ഒരു ഗോൾ, സംതിങ് വെരി ബ്രില്യന്റ്. ഇന്ന് അവരുടെ ദിവസമാണ്, ഇന്ന് ഈ വേഴാമ്പലുകളുടെ ദിവസമാണ്. പർപ്പിൾ കുപ്പായക്കാർ അവിടെ കോവളം FCക്കെതിരെ, അവരുടെ കടൽക്കാറ്റിനെതിരെ, കടൽ തിരമാലകൾക്കെതിരെ ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കുകയാണ്. തന്നെ സാധിക്കുന്നില്ല. ഒന്നാം പകുതി അവസാനിക്കുന്നു. വളരെ വാശിയേറിയ വർണ്ണശബളമായ ഒന്നാം പകുതി പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരിയിൽ അവസാനിക്കുമ്പോൾ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ 64ാം മത്സര ദിവസത്തിൽ ഇപ്പോൾ 2 ഗോളുകളുടെ പിൻബലത്തിൽ കേരള യുണൈറ്റഡ് FC കോവളം FCക്കെതിരെ ലീഡ് ചെയ്യുകയാണ്. ഒന്നാം പകുതിയുടെ വാശിയേറിയ 45 മിനിറ്റുകൾ, 2 അതിനിർണായക ഗോളുകൾ, 2 തട്ടുപൊളിപ്പൻ ഗോളുകൾ. അതിനുശേഷം രണ്ടാം പകുതിയിലേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ കോവളത്തിന് വീട്ടാൻ 2 ഗോളുകളുടെ കടമാണ് കറന്റ്ലി ഉള്ളത്. ഒന്നാം പകുതിയുടെ അവസാനം 2 ഗോളുകളുടെ പിൻബലത്തിൽ അവർ ലീഡ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മൂവിങ് ഇൻ ടു ദ സെക്കൻഡ് ഹാഫ് എന്തായാലും അതേ ഇന്റന്റോട് കൂടി തന്നെ അതേ പേസിൽ തന്നെയാണ് ഗെയിം പോകുന്നത്. ക്രൈഗിലേക്ക് ആ ബോൾ എത്തുന്നില്ല, ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് ജസ്റ്റ് വെച്ചൊന്ന് നീട്ടുന്നു. ആൻഡ് അബിന്റെ ലോങ് റേഞ്ച് അറ്റംപ്റ്റ്. ഓ മൈ ഗുഡ്നസ്, വാട്ട് എ ഡെലിവറി. കുറച്ചുകൂടി ഡിപ്പെൻഡ് പോസിബിൾ ചെയ്തൊരു ഗോൾ തന്നെയായിരുന്നു. എന്തായാലും ഗോൾ കീപ്പർ ഫുൾ ഹേർട്ടഡ് ആയി തന്നെ ആ പന്തിനു വേണ്ടി ഒന്ന് കൈവച്ച് കൊടുക്കുന്നുണ്ട്. ഗോളുകളുടെ തോൽവിയായിരുന്നു ഇൻഫാക്ട് കോവളത്തിന്. പക്ഷെ അതിലൊരു ഗോള് കണ്ടെത്താൻ എന്തായാലും അവരുടെ സെൻട്രൽ ഫോർവേഡ് താരമായ ഷാഹിറിന് സാധിച്ചിരുന്നു. 25ാം മിനിറ്റിലായിരുന്നു ആ ഒരു ഗോള് കഴിഞ്ഞ മത്സരത്തിൽ വന്നത് KCBക്കെതിരെ. സോ അവർ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന താരങ്ങളിൽ ഒരാൾ ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഷാഹിർ. പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു ഡെലിവറി, നല്ല ഓപ്പർച്യൂണിറ്റി. കൃത്യമായ മറുപടിയാണ് ഇവിടെ കോവളത്തിനെതിരെ. നല്ല 2 ഗോളുകൾ സ്കോർ ചെയ്ത കേരള യുണൈറ്റഡിനെതിരെ അവർക്ക് കൃത്യമായി നല്ല മറുപടി കൊടുക്കാൻ സാധിക്കുന്നു വീണ്ടും. ആൻഡ് കോവളം FC മത്സരത്തിലേക്ക് മടങ്ങി എത്തുന്ന പകുതിയിലെ 90 മിനിറ്റ്, നിശ്ചിത 45 മിനിറ്റുകൾ രണ്ടാം പകുതിയിലേത് അവസാനിച്ചു. ഇനി 5 മിനിറ്റ് അധിക സമയമാണ്. ഓ ബ്യൂട്ടിഫുൾ, നല്ലൊരു ബോൾ മുന്നിലേക്ക്. ഗോൾ കീപ്പർ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. അദ്ദേഹം ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ കൈ ഉപയോഗിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കണ്ടിരുന്നു. അവിടെ പോസ്റ്റിനകത്ത് ഗോൾ കീപ്പർ അല്ല, they should try at least. വാട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. അവിടെ വീണ് കിട്ടിയത് ഷിഹാദിന് വീണ്ടും പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തേക്ക് കടക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഗോൾ കീപ്പർ നേരെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് ഇത്തവണ മുനീഷ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഔട്ടിംഗ് അദ്ദേഹം ഓൾമോസ്റ്റ് പൂർത്തിയാക്കി. ആൻഡ് നല്ലൊരു സേവ് കൂടി നടത്തുന്നു, വോൾ ലൈൻ ക്ലിയറൻസ്. അവസാന മൊമെന്റുകൾ വളരെ കേരള യുണൈറ്റഡ് FCയുടെ വേഴാമ്പലുകൾ ഈ പുതിയ വീരഗാഥ വിജയഗാഥ എഴുതാനായി തയ്യാറെടുക്കുന്നത്. ക്രൈഗ് അവിടെ തൊട്ടടുത്തേക്ക് മറ്റൊരു ഗോളിന് തൊട്ടടുത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇത്തവണ ഫെബിനാണ് ആ പന്ത് അകത്തേക്ക് ഇൻസൈഡിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് ഫൈനൽ വിസിൽ. തിരുവനന്തപുരത്ത് കോവളത്ത് കടൽക്കാറ്റ്
ഒരുപാട് ശക്തിയായി അടിച്ചെങ്കിലും ആ കടൽക്കാറ്റിനെതിരെ ചിറകടിച്ചു പറന്നുയർന്നുകൊണ്ട് മത്സരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നു കേരളത്തിന്റെ വേഴാമ്പലുകൾ.